ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല വ്യക്തികളും വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും സ്റ്റാറ്റസും സ്റ്റോറിയും അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ നമുക്ക് വലിയ വലിയ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. പല വ്യക്തികളും അങ്ങനെ സ്ക്രോൾ ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരാറുണ്ട്. ബട്ട് നമുക്കറിയില്ല ഇതെങ്ങനെയാണ് അവരെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പഠിപ്പിച്ചു തരാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ് കേട്ടോ. സ്ക്രീൻഷോട്ടിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് അത് കാണാൻ സാധിക്കും, അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കഷ്ണമായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒറ്റ സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തുടർന്നും നല്ല യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തുടർന്നും ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും മറ്റുള്ള എന്ത് ഉപകാരപ്പെടുന്ന റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഇനി വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് ചാറ്റിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് വളരെ വലിയ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അത് സ്ക്രോളിംഗ് സ്ക്രീൻഷോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ബട്ടൺ, അതായത് ചില മൊബൈലിൽ നമ്മളെ പവർ ബട്ടണും സൗണ്ട് ബട്ടണും ഒപ്പം ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. എന്നാൽ ചില മൊബൈലിൽ 3 ഫിംഗർ കൊണ്ട് ഒന്ന് സ്ലൈഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് ഈ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് മുകളിലേക്കും താഴത്തേക്കും കാണുന്ന ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത ആ സ്ക്രീൻഷോട്ടില്ല, ജസ്റ്റ് അത് താഴത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴത്ത് വരെയുള്ള സ്ക്രീൻഷോട്ട് ഇതാ ഒറ്റയടിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ സേവ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യലോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ട്, ഇത്രയും വലിയൊരു സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു 3 കഷ്ണങ്ങളായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു അത്രയും ഫ്രെയിമാണ് ഒറ്റ സ്ക്രീൻഷോട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടത് അവിടെ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എവിടുന്ന് മുതൽക്ക് എത്ര താഴത്തോട്ടാണ് വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കുക സ്ക്രീനിൽ. അതിനുശേഷം നിങ്ങൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലും താഴത്തോട്ടുള്ള ആ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ചില മൊബൈൽസിൽ മറ്റൊരു ഓപ്ഷൻസ് ആയിരിക്കും അവിടെ കാണുന്നത്. നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. സെയിം ആണ്, ഇതുപോലെ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ലൈഡ് ചെയ്യുക. ദെൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്തിട്ട് ഒറ്റ സ്ക്രീൻഷോട്ടിന് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതായിരിക്കും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടുന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പ് പോയി ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി, അതായത് ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്, ബ്ലർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സേവ് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ സേവ് ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ചെറിയ രീതിയിലൊരു ബ്ലറിങ് വന്നിട്ടുണ്ട്, വലിയ ക്ലിയർ ഇല്ല ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഗാലറിയിൽ എടുത്തു വെച്ച ആ ഒരു സ്ക്രീൻഷോട്ടും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല വൃത്തിയിൽ തന്നെ ഒരു രീതിയിലും ക്ലിയർ പോകാതെ തന്നെ നല്ല വൃത്തിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസിന് വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.